ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ അപകടത്തിലാക്കിയ ഒരു കാര്യമാണ് 1975 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥ. അതിലേക്ക് നയിച്ചിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. അതൊന്നൊന്നായി നമുക്ക് ഈ ചർച്ചയിൽ വിശദമാക്കാം. പക്ഷേ ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാരണമെന്ന് പറയുന്നത് രാജ്നാരായണനുമായി ഇന്ദിരാഗാന്ധി മത്സരിക്കുകയും റായ്ബറേലിയിൽ അദ്ദേഹം കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കുകയും ചെയ്തതാണ്. ആ കേസിൽ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള വിധിയുണ്ടായി. ആ വിധി സുപ്രീം കോടതി അടക്കം ഏതാണ്ട് ഭാഗികമായി ശരിവെക്കുന്ന ഒരു കാര്യമുണ്ടായി. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരായിരുന്നു. അപ്പോൾ ആ വിധിയിൽ അന്ന് ഈ രാജ്നാരായണന് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീൽ പറഞ്ഞിരുന്നൊരു വാചകത്തിൽ നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത് ഗോയൽ എന്ന് പറയുന്ന അന്നത്തെ അഡ്വക്കേറ്റ് പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഇന്റേണൽ എമർജൻസിയുമില്ല, പകരം ഇതൊരു പോൾ എമർജൻസിയാണ് ഇന്ദിരാഗാന്ധിയുടേത്, അതിനുവേണ്ടി മാത്രമാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ജിൻഡോ, എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? അല്ല, ഞാൻ അടിയന്തരാവസ്ഥയെക്കുറിച്ച് കേട്ടറിഞ്ഞും വായിച്ചറിഞ്ഞുമാണ് എൻ്റെ അറിവുകളുള്ളത്. എനിക്കതിന് 3 തരത്തിൽ അടിയന്തരാവസ്ഥ വിലയിരുത്തണമെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഒന്ന്, അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങൾ. അതിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ അലഹബാദ് കോടതി വിധി, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അതാണെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല, പക്ഷെ അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ പലരും പറയുന്നുണ്ട്. 2, അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിട്ടുള്ള വലിയതായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ. 3, അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്തുടനീളം ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള നിയമങ്ങൾ, സർക്കാർ തീരുമാനങ്ങൾ. ഇങ്ങനെ 3 തരത്തിൽ അതിനെ വിലയിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, അടിയന്തരാവസ്ഥയ്ക്ക് കാരണം. ഇന്നിപ്പോൾ എല്ലാവരും അടിയന്തരാവസ്ഥയെ അങ്ങ് തള്ളി പറയും. ഞാൻ കാണുന്നതിൽ ഭൂരിപക്ഷം ആളുകളും, ഇങ്ങനെ സംസാരിക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും അടിയന്തരാവസ്ഥ മോശമായിരുന്നു എന്ന് തള്ളിക്കളയുന്നുണ്ട്. എൻ്റെ ഒരു വായനയിൽ, എൻ്റെ ഒരു ചെറിയ അറിവിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ അത് തെറ്റാകാം ശരിയാകാം, പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് അടിയന്തരാവസ്ഥ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ അനിവാര്യതയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, രാജ്യത്തിൻ്റെ അകത്തുണ്ടായിരുന്ന അസ്ഥിരതകൾ. 2, അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി. 3, രാജ്യത്തിന് പുറത്തു നിന്നുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഉപരോധമടക്കമുള്ള കാരണങ്ങൾ. ഈ 3 കാര്യങ്ങളും നയിച്ചത് അടിയന്തരാവസ്ഥയിലേക്കാണ്. അതിൽ തിടുക്കപ്പെട്ട് ആ തീരുമാനത്തിലേക്ക് എത്താൻ ഒരു കാരണം ഒരുപക്ഷെ രാജ്നാരായണനുമായി ബന്ധപ്പെട്ട അലഹബാദ് കോടതിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് വന്ന വിധിയായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ജൂൺ 12 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. പക്ഷേ ജൂൺ 12 പ്രഖ്യാപിച്ചു, ജൂൺ 25 വരെ പോയി. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ പല കാരണം. ഇപ്പോൾ നമ്മൾ ഒരു ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് അയാളെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധിക്കുന്നതിന് തുല്യമായിട്ടൊരു കോടതി വിധിയായിരുന്നു എന്നുള്ള രീതിയിൽ അന്ന് തന്നെ ഈ വിധിയെക്കുറിച്ചിട്ട് വലിയ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, യശ്പാൽ കപൂർ എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഇലക്ഷനെ സ്വാധീനിച്ചു എന്നുള്ളതൊക്കെ പലതരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും അയാൾ റിസൈൻ ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ, അങ്ങനെ പലതരത്തിലുള്ള എവിഡൻസുകളും ഉണ്ട്. വി ആർ കൃഷ്ണയ്യരെ പോലുള്ള ആളുകൾ ആ കോടതി വിധി റദ്ദാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് ഭാഗികമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വിധിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 3 കാര്യം അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങൾ ഇതല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഒന്ന്, പൊക്രാനിലെ ആണവ വിസ്ഫോടനത്തിന് ശേഷം അമേരിക്ക വലിയ രീതിയിലുള്ള ഉപരോധം ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തി. ഇന്ത്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് ലോകബാങ്ക് അടക്കമുള്ള IMF അടക്കമുള്ള ഏജൻസികളോട് സാമ്പത്തിക സഹായം ചോദിക്കുകയും ഇന്ത്യയുടെ അതുവരെയുള്ള ലെഫ്റ്റ് കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ട് ഈ ലോക സംഘടനകൾ പറയുന്ന രീതിയിൽ വിപണി തുറന്നു കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള വലിയ നിർബന്ധങ്ങൾ പിടിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, ഇന്ത്യ കുറേ കൂടി റഷ്യയുമായിട്ട് അടുത്ത ആ രീതിയിലുള്ള ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ്, ചേരിചേരാ നയങ്ങളുമായി ബന്ധപ്പെട്ട് നെഹ്റുവിന് ശേഷം വീണ്ടും ഇന്ദിരയുടെ നേതൃത്വത്തിൽ കുറേ കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടെടുത്തത്. ഇങ്ങനെ പലതരത്തിൽ. പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ വിരട്ടലിന് മുമ്പിൽ പോലും വീണു കൊടുക്കാതെ അതിനെ എതിർത്ത് തോൽപ്പിച്ച ഇന്ദിരയുടെ ഇച്ഛാശക്തി, ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അമേരിക്ക അടക്കമുള്ള CA അടക്കമുള്ള ഏജൻസികളുടെ രാജ്യങ്ങളുടെയൊക്കെ പ്രതിരോധത്തിന് കാരണമായിട്ടുണ്ട്. അവരൊക്കെ എതിർക്കുന്നുണ്ട്. ഇൻറ്റേർണലായിട്ടാണെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാരോടും പോലീസുകാരോടും, രാജ്യത്ത് നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടോ BJP സർക്കാരിനോടോ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടോ. പക്ഷേ രാഹുൽ ഗാന്ധി പറയുകയാണ് ഈ രാജ്യത്തെ പട്ടാളക്കാരും പോലീസുകാരും മുഴുവൻ ആയുധമെടുത്ത് സമ്പൂർണ്ണ വിപ്ലവം, സായുധ വിപ്ലവത്തിന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഈ രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക്, അരാഷ്ട്രീയത്തിലേക്ക് പോകും. പിന്നെ ആളുകൾ തോന്നിയ പോലെയായിരിക്കും. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് സ്വാതന്ത്ര്യം ഇല്ല. പട്ടാള ഭരണവും സൈനിക ഭരണവും ഒക്കെയാണ്. അതിൽ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പറ്റിയിട്ടുള്ള ചുവടുപിഴകൾ. ഇപ്പം നമുക്ക് നിലവിൽ ഭരിക്കുന്ന രാഷ്ട്ര നേതാവിനോട്, ഭരണകർത്താക്കളോടൊക്കെ എതിർക്കാൻ പല മാർഗങ്ങളുണ്ട്.
പക്ഷെ ആ മാർഗങ്ങൾക്ക് സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറഞ്ഞ് സർവ്വ വിഭാഗത്തിൽപ്പെട്ട ആളുകളോടും സേനകളോടും ആയുധമെടുക്കാൻ പറഞ്ഞാൽ അത് നമ്മുടെ ഇന്റേണൽ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പഞ്ചാബ്, സ്വതന്ത്ര പഞ്ചാബ്, മിസോറാം പോലെയുള്ള നാഗ മൂവ്മെൻറ്റ് പോലെയുള്ള അന്നത്തെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് പലതും ഉണ്ടായിരുന്നു. അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. 72, 73, 74 കാലഘട്ടത്തിൽ അതിരൂക്ഷമായിട്ടുള്ള സമരങ്ങൾ, റെയിൽവേ സമരം തന്നെ അതിൽ ചരിത്രത്തിൽ എടുത്തു പറയേണ്ടതാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയിൽ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്ന രീതിയിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി ഇന്ത്യയുടെ സാമ്പത്തിക പ്രയാസങ്ങൾ, അതുപോലെ ഇന്റേണൽ ഡിസ്റ്റർബൻസ്, അതുപോലെ എക്സ്റ്റേണൽ ത്രെഡ്സ്, ഇതെല്ലാം കൂടിക്കൊഴിഞ്ഞുകൊണ്ടുള്ളതാണ് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങൾ. അതിന് കുറെ കൂടി എണ്ണ പകരുന്നതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ റദ്ദാക്കിക്കൊണ്ടുള്ള അലഹബാദ് കോടതി വിധിയും ഒക്കെ. അപ്പം ഞാൻ കരുതുന്നത് ഈ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അടിയന്തരാവസ്ഥ വിമർശകർ പറയുന്നത് അലഹബാദ് കോടതി വിധിയാണ്. ബാക്കി പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചതും ആ സമയത്ത് അമേരിക്കയെ വെല്ലുവിളിച്ച് അമേരിക്കയുടെ എതിർപ്പും അമേരിക്കയുടെ ഉപരോധം നേരിട്ടതും, പൊക്രാൻ ആണവ വിസ്ഫോടനത്തെ തുടർന്നുള്ള CIA ഉപരോധവും, അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ഇന്ത്യ കൈകോർത്തപ്പോഴുള്ള അമേരിക്കയുടെ ഉപരോധവും, അത്തരം കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. കേവലം ഇന്ദിരാ വിരോധത്തിൻ്റെ പേരിലോ കോൺഗ്രസ് വിരോധത്തിൻ്റെ പേരിൽ മാത്രമല്ല അടിയന്തരാവസ്ഥയെ കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, നമ്മളതിനകത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം കഴിഞ്ഞ് 50 വർഷങ്ങൾ കഴിഞ്ഞു. 50 വർഷം അതിൻ്റെ ഒരു ആഘോഷത്തിലാണ് നമ്മളുടെ ഇന്ത്യ. ആഘോഷം എന്ന് പറയാൻ കാര്യം ആ ഓർമ്മകളെ വീണ്ടെടുക്കുകയും എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹം മുന്നോട്ട് പോകേണ്ടത്, അതിൻ്റെ പാഠം അടിയന്തരാവസ്ഥയിൽ നമുക്ക് എന്ത് പഠിക്കാം എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എന്താണ് എന്നറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരുടെ പ്രതികരണങ്ങൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യമായിട്ട് ഇതൊന്നും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലും ഒരു തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ ഒരു അക്കാഡമിക് വിഷയം മാത്രമാണ് ശരിക്കും. പക്ഷേ അടിയന്തരാവസ്ഥയുടെ കാലം എന്ന് പറയുന്നത് അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് വലിയ അനുഭവങ്ങളുടെ, നൊമ്പരങ്ങളുടെ, ഇരുളിൻ്റെ, അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള പ്രേതകാലത്തിൻ്റെ ഒരു അനുഭൂതി സൃഷ്ടിച്ചൊരു സംഭവമായിരുന്നു ശരി. അത് നമ്മൾ അക്കാഡമിക്കായിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഈ അനുഭവങ്ങളുടെ ലോകം നമ്മളുടെ മുന്നിലുണ്ട്. ഒപ്പം തന്നെ ഒരു അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന പ്രതിഭാസത്തെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹം സ്വീകരിക്കേണ്ടത് എന്ന രാഷ്ട്രീയ പ്രശ്നം നമ്മളുടെ മുന്നിലുണ്ട്. നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെ അലഹബാദ് ഹൈക്കോടതി വിധി ആണ് അതിൻ്റെ പെടുന്നതിനുള്ള കാരണമായിട്ട് മാറിത്തീർന്നത് എന്നുള്ളത് ശരിയാണ്. അതിനോടൊപ്പം തന്നെ ഒട്ടനവധി കാരണങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. കാരണം നമുക്ക് പറയാം. ഇപ്പോൾ അതിക്ക് മുമ്പുള്ള ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരുമ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്, ആരെയും ആകർഷിക്കുന്ന ഒരു മുദ്രാവാക്യം. ഗരീബി ഘട്ടാവോ എന്ന് പറയുന്നത്. ദാരിദ്ര്യം തുടച്ചു നീക്കും എന്നുള്ളതാണ്. വളരെ ആവേശത്തോടുകൂടിയാണ് ജനങ്ങളെ സ്വീകരിച്ചത്. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം 2 പ്രമുഖമായിട്ടുള്ള വിഷയങ്ങൾ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ഈ വിഷയത്തിൽ ഉയർന്നു വന്നിരുന്നു. ഒന്ന്, യുദ്ധം എന്ന് പറയുന്നത് നമ്മളിന്ന് യുദ്ധവിരുദ്ധമായിട്ടുള്ള മനസ്സുമായി ജീവിക്കുന്നവരാണ്. കാരണം യുദ്ധം ആളുകളെ കൊല്ലും, രാഷ്ട്രത്തെ നശിപ്പിക്കും. ഇസ്രയേൽ ഇപ്പോൾ ഒരുപാട് കളിയെ കളിച്ചു. അവസാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രയേൽ സമൂഹത്തിന് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദരിദ്രാവസ്ഥയിൽ അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൽ പെടുന്ന എല്ലാ രാഷ്ട്രങ്ങളും. യുദ്ധത്തിന് വിജയികളില്ല. യുദ്ധം സാങ്കേതികമായി ജയിക്കുന്നവനും പരാജയപ്പെടുന്നവനും ഒരേപോലെ നശിക്കുകയും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളന്ന് ജയിച്ചെങ്കിലും നമ്മളന്ന് പരാജയപ്പെട്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വലിയ ഞെരുക്കങ്ങളിലേക്ക് വന്നു. കാരണം കോടിക്കണക്കിന് രൂപയാണ് ബംഗ്ലാദേശ് നിർമ്മിക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ചെലവഴിക്കേണ്ടി വന്നത്. നമ്മളൊരു വലിയ വിജയമായിരുന്നു. ആ വിജയം ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് വിജയമായി മാറിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കെടുതികളിൽ നിന്ന് ഇന്ത്യക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല സാമ്പത്തികം. അതുകൊണ്ട് ഈ ഗരീബി ഘട്ടാവെന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം നടപ്പാക്കാൻ പറ്റില്ല. തൊഴിലില്ലായ്മ വർദ്ധിച്ചു, വിലക്കയറ്റം ഉണ്ടായി, രാജ്യം മുഴുവനും വലിയ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെ നേരിടുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറഞ്ഞിട്ട് ബീഹാറിൽ നിന്ന് ചലോ ഡൽഹി മൂവ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ജയപ്രകാശ് നാരായൺ ഡൽഹിയിലെത്തി വലിയ ഘോഷയാത്ര, ലക്ഷത്തിലധികം വരുന്നതായിട്ടുള്ള ജനങ്ങളെ അഭിസംബോധനയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ജയപ്രകാശ് നാരായണൻ പറഞ്ഞു, പട്ടാളക്കാരോടും അതുപോലെ പോലീസുകാരോടും പറഞ്ഞു, ഇന്ദിരാഗാന്ധി
മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരാജ്ഞയും നിങ്ങൾ കേൾക്കാൻ പാടില്ല, കാരണം അർഹമായൊരു സ്ഥാനത്തിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12-ാം തീയതിയിൽ നടന്ന അലഹബാദ് ഹൈക്കോടതി വിധി തന്നെയാണ്. കാരണം 6 വർഷക്കാലത്തേക്ക് ഇന്ദിരാഗാന്ധിയെ അയോഗ്യയാക്കുകയും സുപ്രീം കോടതിയിലേക്ക് അവർക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് 1 മാസമോ മറ്റൊക്കെ സമയം നൽകുകയൊക്കെ ചെയ്തിരുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് ഈ പ്രഖ്യാപനം വരുന്നത്. ഈ പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന പറയുന്നതും അനുശാസിക്കുന്നതുമായിട്ടുള്ള കാര്യപരിപാടികൾക്ക് അനുസൃതമായിട്ടാണോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് സുപ്രസിദ്ധമായിട്ടുള്ള അബു ഇബ്രാഹിമിൻ്റെ ഒരു കാർട്ടൂൺ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അദ്ദേഹം ബാത്ത് ടബിൽ കിടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച് കൊടുക്കുന്നത്. അതെ, അങ്ങനെ കളിയാക്കിയുണ്ട്. കാരണം നമ്മളെപ്പോഴും കാർട്ടൂണിസ്റ്റുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ, നമ്മൾ ഭരണകൂടത്തിന് വിരുദ്ധമായിട്ടുള്ള തലത്തിൽ നിൽക്കുമ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ അതിഭീകരമായിട്ടുള്ള ചെയ്തികളെ എപ്പോഴും പരിഹസിച്ചുകൊണ്ട് വളരെ സറ്റേറിക്കലായിട്ട് ആ സാധനം പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവാണ് ഒരു കാർട്ടൂണിസ്റ്റിനെ നമുക്ക് പ്രിയപ്പെട്ടവനാക്കി മാറ്റുന്നത്. അങ്ങനെയാണ് അബുവിൻ്റെ ആ കാർട്ടൂൺ ഇതായിത്തീരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് യഥാർത്ഥം സംഭവിച്ചത്? നമ്മൾ എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ എതിർക്കുന്നത്? ഒരു രാജ്യത്തിനകത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഭരണഘടന അനുവദിക്കുന്ന സാഹചര്യങ്ങൾ 2 ആണ്. ഒന്ന്, ബാഹ്യശക്തികളുടെ ഭീഷണികൾ ഉണ്ടാകുകയും രാഷ്ട്രം അപകടത്തിലാകുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രഖ്യാപിക്കുന്ന ബാഹ്യ അടിയന്തരാവസ്ഥ. എന്നാൽ ഇന്ത്യക്കകത്ത് നടക്കുന്നതായിട്ടുള്ള കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് ഭരണകൂടത്തെയും ജനങ്ങളുടെ ജീവിതത്തെയും അതേപോലെ അവരുടെ സ്വത്തിനെയും ഒക്കെ തന്നെ ഭംഗിക്കുന്ന തരത്തിലേക്ക് മാറിത്തീരുന്ന സമയത്ത് സംരക്ഷണാത്മകമായിട്ട് എന്ത് ചെയ്യും, ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. ഇന്ദിരാഗാന്ധി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ കലാപങ്ങളുണ്ട് എന്ന് പറയുന്ന അടിസ്ഥാനം. അങ്ങനത്തെ കലാപങ്ങൾ ഉണ്ടായിരുന്നില്ല. ജെപിയുടെ നേതൃത്വത്തിലുള്ള ആ സമരം എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായൺ ഗാന്ധിനായി. ആ സമരത്തിന് അങ്ങനെ തീവ്രമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ സത്യത്തിലില്ലായിരുന്നു. പക്ഷേ സമരമാണല്ലോ, സമരം ആകുമ്പോൾ അതിൻ്റെ ഒരു കലാപ സ്വഭാവമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളൂ. അങ്ങനെ വന്ന ആ സമരം അടിച്ചമർത്തപ്പെടുത്തുക എന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു? അതാണ് നമ്മളെ കൂടുതൽ എന്ത് ചെയ്യുന്നത്, പ്രശ്നഭരിതമാക്കി തീർക്കുന്നത്. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം ഓഫീസുകളിലേക്കുള്ള വൈദ്യുതി മുഴുവൻ മുറിച്ചു മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ പത്രം ഓഫീസുകളിലേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മാത്രമല്ല, സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം പത്രങ്ങളെ നിശബ്ദമാക്കുക എന്നുള്ളതാണ്. പത്രങ്ങളെ നിശബ്ദമാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പത്രങ്ങളാണ് ഇതിനെതിരെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പൊതുജനാഭിപ്രായം വളർത്തുകയും വികസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പത്രങ്ങളാണ്. അതുകൊണ്ട് പത്രങ്ങളെ നിശബ്ദമാക്കിക്കൊണ്ടാണ് സാധാരണ രീതിയിൽ ഇത് ആരംഭിക്കുന്നത്. 2, സെൻസർഷിപ്പിനെ അത് വിധേയമാക്കുന്നു. സമൂഹത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ സെൻസർഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പത്രത്തിൻ്റെ മാസ്റ്റർ ഹെഡിൽ എഴുതപ്പെട്ടിരുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എടുത്ത് മാറ്റാൻ അവർ ആവശ്യപ്പെട്ടു. സെൻസേഴ്സിന് തലക്കുവല വെളിവുണ്ട്. അവനവിടെ നിന്ന് ഗാന്ധിയുടെ പടമെടുത്ത് മാറ്റാനായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സംരക്ഷിക്കുന്ന ആവശ്യമായിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാചകങ്ങൾ എടുത്ത് മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടു. ഇത് അതിൽ നടന്നൊരു കാര്യം മാത്രമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ സംഭവങ്ങളുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഈ വാർത്തകൾ എന്ന് പറയുന്നത് ആരെയും അറിയിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിച്ചേർന്നു. അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ ഈ ചർച്ച അങ്ങനെ ഞാൻ തുടരുന്നതിൽ കഥയില്ല. ഇത്രയും സംഭവം വെച്ചിട്ട് നമുക്കിനി വീണ്ടും ചർച്ചയെല്ലാം തുടരാം. കാരണം വെച്ചാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തരത്തിലാണ് കാര്യങ്ങൾ നടന്നത്, കേരളം എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്, ഇതൊക്കെ ഇത്തരം നമുക്ക് പരിശോധന കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മാഷ് പറഞ്ഞു നിർത്തിയതിൻ്റെ അടുത്തുനിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്. ഞാൻ ഇതിനെ ഇപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ കാലഘട്ടം മുതലുള്ള ഒരു ചരിത്രവും എങ്ങനെയാണ് ഈ കുടുംബത്തിന് വലിയ ആധിപത്യം വന്നത് എന്നൊക്കെ ഞാൻ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കുറച്ച് ഒരു ഇമ്മച്യൂരിറ്റി കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഈ നേരത്തെ പറഞ്ഞ ജിൻഡോ പറഞ്ഞ എല്ലാ റീസൺസും അവിടെ ഉണ്ടായിരുന്നു. കാരണം ഒരു ബാരലിന് $3 കൊടുക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് പെട്ടെന്ന് അത് $12 തീരുകയും ഇവിടെ വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടാവുകയും വലിയ രൂക്ഷമായിട്ടുള്ള സമരങ്ങൾ, ആ സമരങ്ങളിലൊക്കെ തുടക്കം തന്നെ വലിയ രസകരമാണ്. കാരണം ഗുജറാത്തിൽ ഒരു LD എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ഏറ്റവും ആദ്യം സമരം തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് നമുക്കറിയാലോ ലല്ലു പ്രസാദ് യാദവ് എന്നിട്ട് 26 വയസ്സുള്ള ലല്ലു പ്രസാദ് യാദവ് എന്ന് ജയപ്രകാശ് നാരായണനെ വിളിച്ചിട്ട് വരികയാണ്. അപ്പോൾ എന്നിട്ടൊക്കെയാണ് ഈ സമരത്തിന്, അപ്പോൾ സമരം അക്രമാസക്തമാകില്ലെങ്കിൽ ഞാനിതിന് നേതൃത്വം കൊടുക്കാം എന്നൊക്കെയാണ് ജയപ്രകാശ് നാരായണൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഈ സമരം തുടങ്ങുന്നു. ഈ സമരവും ഈ ബാക്കിയുള്ള എല്ലാ ഇഷ്യൂസും അതിനകത്തുണ്ട്. അതായത് പക്ഷെ അതിന് തൊട്ടു മുമ്പുള്ളൊരു കാലഘട്ടം കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ
1971 വലിയ തോതിൽ ഇന്ദിരാഗാന്ധി ജയിക്കുന്നു, യുദ്ധം ജയിക്കുന്നു, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ വലിയ തോതിൽ വിളവുണ്ടാവുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ DK ബറുവൊക്കെ വന്നിട്ട് ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറയുന്ന പല മുദ്രാവാക്യങ്ങൾ വെക്കുന്നു. പക്ഷെ ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ശരിക്കും അപ്പോൾ ഇതിനു മുമ്പ് തന്നെ 2 തവണ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. കാരണം 1962 ചൈനീസ് യുദ്ധത്തിലും അത് കഴിഞ്ഞ് 71 പാകിസ്ഥാൻ യുദ്ധത്തിലും അതൊക്കെ ബാഹ്യാടിയന്തര എക്സ്റ്റേണൽ അടിയന്തരാവസ്ഥകളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പക്ഷെ ഇന്ദിരാഗാന്ധി ഇത്തരത്തിലൊരു കാര്യത്തിൽ അവർ പാനിക്കായി പോയി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പഠിക്കുന്ന എല്ലാവരും ഇന്ദിരാഗാന്ധി അയൺ ലേഡിയാണ്, അത്തരത്തിൽ പെട്ടെന്നൊന്നും ഷാറ്റേഡ് ആവില്ല എന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഏറ്റവും ആദ്യം അവരെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ബോങ്കി കുടിയാന്നാണ്, ആരോടും മിണ്ടാത്തൊരു കുടിയാന്നാണ്, എന്ന് പറഞ്ഞാൽ പാവ എന്നാണ് വിളിക്കപ്പെട്ടുകൊണ്ടിരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി അടക്കമുള്ള ആളുകൾ. പിന്നീട് അവരൊരു ഗ്ലാസ് സ്റ്റോളാണ് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ തോതിൽ ആളുകളുടെ വിമർശനമൊക്കെ ഉണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിധി പോലും നമ്മൾ കൃത്യമായി ഒന്ന് പരിശോധിച്ചാൽ ഈവൻ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ പോലും പറയുന്നത് ഇത്തരത്തിൽ അലഹബാദ് കോർട്ടിൽ നിന്നുണ്ടായ വിധി പോലും അത് 14 എണ്ണത്തിൽ 2 എണ്ണം മാത്രമാണ് തെളിയിക്കപ്പെടുന്നത്. അതിലൊന്നാണ് താങ്കൾ പറഞ്ഞ മറ്റേ പ്രൈവറ്റ് സെക്രട്ടറി, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു ദേശ്പാൽ. അപ്പൊ അതൊക്കെ തെളിയിക്കപ്പെടുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ആ വിധി വലിയ അസംബന്ധമായിരുന്നു. കാരണം അത് വേണമെങ്കിൽ ഇന്ദിരാഗാന്ധി ഒന്ന് മാറി നിന്നാൽ 6 മാസത്തേക്ക് ആർക്കെങ്കിലും ഭരിക്കാൻ വേണ്ടി കൊടുത്താൽ ഇതൊരു പക്ഷേ ഇടക്കാല വിധിയാണ് ജസ്റ്റിസ് കൃഷ്ണയിൽ നിന്നുണ്ടാകുന്നത്. ആ വിധി തന്നെ വളരെ രസകരമാണ്. കാരണം നിങ്ങൾക്ക് MP എന്നുള്ള നിലക്ക് പാർലമെന്റിൽ പോകാൻ പറ്റില്ല, പക്ഷേ പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് വേണമെങ്കിൽ പോകാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇത്തരത്തിലൊരു ആകെ ഷാറ്റേഡ് ആയി പോയിട്ടുള്ള ഇന്ദിരാഗാന്ധിയോട് ഈ സഞ്ജയ് ഗാന്ധി അടക്കം അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ശങ്കർ റേ അടക്കമുള്ള ആളുകളുടെയൊക്കെ ഉപദേശം കേട്ടുകൊണ്ട് അവരെടുത്തു ചാടിയ ഒരു കാര്യമാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു എമർജൻസി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടത് പിന്നീട് നമുക്കറിയാലോ, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ അത് വലിയ തോതിൽ പ്രശ്നമായി എന്നറിയാം. അത് എങ്ങനെയാണ് പിന്നീട് ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ വലിയ തോതിൽ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മകനോട് എന്ന് പറഞ്ഞാൽ 28 വയസ്സുള്ള സഞ്ജയ് ഗാന്ധിയോട് ഏതാണ്ട് 5 വയസ്സുള്ളൊരു കുട്ടി വാശി പിടിച്ചാൽ എന്തും ചെയ്തു കൊടുക്കാവുന്ന ലെവലിലുള്ള ഒരാളായി ഇന്ദിരാഗാന്ധി മാറിയിരുന്നു. അതിൻ്റെ കാരണം അവരുടെ വ്യക്തി ജീവിതത്തിലൊക്കെ തന്നെ ഫിറോസ് ഗാന്ധിയും പല ആളുകളുമായിട്ടുണ്ടായ പ്രശ്നങ്ങളും കുട്ടികളെ ഒറ്റക്ക് നോക്കേണ്ടി വന്നതിൻ്റെയൊക്കെ കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ ഡിസ്കസ് ചെയ്യാം. അല്ല, ഞാൻ ഇപ്പോഴും അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള കെടുതികളെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഞാൻ സാറ് പറഞ്ഞതിനോട് എനിക്കൊരു എതിരഭിപ്രായമുള്ളത്, JP മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ വിളിച്ച മഹാറാലി, ആ റാലിക്ക് മുമ്പ് ഇന്ത്യയിൽ വേറെ കുറേ സംഭവങ്ങൾ നടന്നിരുന്നു. 72, 73, 74 ആ 3 വർഷങ്ങളും തുടർച്ചയായിട്ട് അതിരൂക്ഷമായിട്ടുള്ള സമരങ്ങൾ പല ഭാഗത്തും. റെയിൽവേ സമരമൊക്കെ 100 ദിവസം പിന്നിട്ട സമരം ഉണ്ടായിരുന്നു. അതിരൂക്ഷമായിട്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള സമരമല്ല, അതൊരു അക്രമം അഴിഞ്ഞാടിയ സമരങ്ങളാണ്. ഇപ്പം JP മൂവ്മെൻറ്റിൻ്റെ ഭാഗം അതിനു മുമ്പ്, JP സമ്പൂർണ്ണ വിപ്ലവം പറയുന്നതിന് മുമ്പ് ഈ ഗുജറാത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ സമരം, അവിടെ എന്തിനാ സമരം? ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ മെസ്സിൽ റേറ്റ് 20% ഫീസ് കൂട്ടിയാനാണ്. ഇന്ന് ഇന്ത്യയിൽ അങ്ങനെ ഒരു സമരം നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ഇന്ന് അങ്ങനെ സമരം ചെയ്യുന്നവർ അർബൻ നക്സലുകളും അവനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയാൽ അവർ എവിടെയാണെന്ന് പോലും ഇന്ന് രാജ്യത്ത് അറിയാൻ പറ്റില്ല. ഡൽഹിയിലെ JNU എന്ന് പോയ കുട്ടികളൊക്കെ ആരാണ്, എവിടെയാണെന്ന് പോലും ഈ രാജ്യത്ത് ഇന്നും വെളിവാക്കപ്പെടുന്നില്ല. പക്ഷെ അന്ന് അങ്ങനെ സമരം നടക്കുന്നു, 100 പേരാ മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബീഹാറിൽ സമാനമായ രീതിയിൽ സമരം തുടങ്ങുന്നു. 24 ദിവസത്തിനിടയിൽ 2 ആഴ്ചക്കിടയിൽ 24 പേരാ മരിക്കുന്നത്. ഗുജറാത്തിൽ സംഭവിച്ചതിനേക്കാൾ കുറെ കൂടി രക്തരൂക്ഷിതമായിട്ടുള്ള സമരമായിരുന്നു ബീഹാറിൽ നടന്നത്. രാജ്യത്തെമ്പാടും ഇങ്ങനെ സമരം നടന്നു. ഈ സമരത്തിൻ്റെയൊക്കെ പുറകിൽ നിന്ന ആളുകൾ, ജനസംഘം ഉണ്ടായിരുന്നു, തീവ്ര വലതുപക്ഷവാദികൾ ഉണ്ടായിരുന്നു, അന്നത്തെ കോൺഗ്രസിൽ സംഘടനാ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇന്ദിര വിരുദ്ധരുണ്ടായിരുന്നു, നാട്ടുരാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് നിർത്തലാക്കിയതിൻ്റെ പേരിൽ അവരുടെ വിരോധമുണ്ടായിരുന്നു, അവരുടെ കങ്കാണിമാരുണ്ടായിരുന്നു, നഗര സ്വത്ത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ നിയമത്തിനെതിരെ അഭിപ്രായം ഉണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു. അതായത് രാജ്യത്തെ വലിയ കുത്തകകളും വലിയ ഭൂപ്രഭുക്കന്മാരും മുതലാളിമാരും പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ ആളുകളായിട്ടുള്ള ആളുകൾ, സംഘടനാ കോൺഗ്രസ്സുകാർ, ജനസംഘക്കാർ, ഇങ്ങനെ എല്ലാ രീതിയിലും ഇന്ദിരാഗാന്ധിയുടെ ഇടതുപക്ഷ മനോഭാവത്തിന്, ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള സർക്കാർ തീരുമാനത്തിനെതിരായിട്ട് ബാങ്ക് ദേശസാൽക്കരണമൊക്കെ നടന്നതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ബാങ്ക് ദേശസാൽക്കരണത്തിനെതിരെയും ഇൻഷുറൻസ് കമ്പനികൾ ദേശസാൽക്കരിക്കുന്നതിനെതിരായിട്ടുള്ള ഗുരുതരമായ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വന്നത് സാധാരണക്കാരിൽ നിന്നല്ല, സമ്പന്നരിൽ നിന്നാണ്. ഈ സമ്പന്നരെല്ലാം എണ്ണ ഒഴിച്ചു കൊടുത്തതാണ് അവസാനം ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുന്നത്. ജയപ്രകാശ് നാരായണൻ ഗാന്ധിയൻ തന്നെയായിരുന്നു. പക്ഷെ ഗാന്ധിയനായിട്ടുള്ള ജയപ്രകാശ് നാരായണൻ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുമ്പോൾ ആ സമ്പൂർണ്ണ വിപ്ലവം എന്തായാലും ഗാന്ധിയൻ മാർഗത്തിലായിരിക്കില്ല നടക്കുന്നത്. കാരണം അദ്ദേഹം ആ റാലിക്ക് വരുന്നതിന് മുമ്പ് ഗുജറാത്തിലും ബീഹാറിലും ഒക്കെ നടന്നത് അതിശക്തമായിട്ടുള്ള രക്തരൂക്ഷിതമായിട്ടുള്ള സമരങ്ങളായിരുന്നു.
അപ്പോൾ നിങ്ങളുടെ നിരീക്ഷണം ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ഭയത്തിൽ നിന്നോ അങ്ങനെ പലർക്കും പല രീതിയിൽ നിരീക്ഷിക്കാം. പക്ഷേ ഇന്ത്യയിൽ അപ്പോൾ ഇന്റേണൽ എമർജൻസിക്ക് കാരണമായിട്ടുള്ള സകല സാഹചര്യങ്ങളുണ്ടായിരുന്നു. എല്ലാ പ്രതിപക്ഷവും ഒന്നിച്ച്, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന പോലെയല്ല, അന്നത്തെ ജനസംഘംകാർ, RSSകാർ, തീവ്ര വലതുപക്ഷവാദികൾ, ഭൂപ്രഭുക്കന്മാർ, രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ച്, ഇപ്പുറത്ത് കുറെ ദരിദ്രനാരായണന്മാരായിട്ടുള്ളവരും സാധാരണക്കാരുമായിരുന്നു ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കുന്നവർ. വലിയ കെടുതികളും സാമ്പത്തിക ബുദ്ധിമുട്ടും തൊഴിലില്ലായ്മയൊക്കെ ഉണ്ടെങ്കിലും സാധാരണക്കാരായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം നിന്ന്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്നത്തെ CPMന്റെ നിലപാട്. അന്നത്തെ CPMന്റെ നിലപാട് JP മൂവ്മെന്റിനെതിരെ, ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ JP മൂവ്മെന്റിനെതിരെ പ്രതിഷേധ യോഗം നടത്തിയിരുന്നു ആദ്യകാലത്ത്. ആകെ EMS നമ്പൂതിരിപ്പാട് മാത്രമാണ് ആദ്യഘട്ടത്തിൽ JP മൂവ്മെന്റിനെ അനുകൂലിച്ച് ലേഖനം എഴുതിയിട്ടുള്ളൂ. സുന്ദരയെ രാജിവെക്കേണ്ട സാഹചര്യം എന്താണ്? അപ്പോൾ ജനസംഘംകാരുമായിട്ട് തീവ്ര വലതുപക്ഷവാദികളുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ഇന്ദിരാവിരുദ്ധ സമരം നടത്തുന്നത് ശരിയായ സമരമല്ല, ഐഡിയോളജിക്കലി അത് തെറ്റാന്ന് പറയുന്ന കാഴ്ചപ്പാട് അന്നും ഉണ്ടായിരുന്നു. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം നടന്നിട്ടുള്ള കെടുതികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങൾ, പ്രസ് സെൻസർഷിപ്പ്, ഇതിനെയൊക്കെ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇതിന്റെ കെടുതികൾ തന്നെയാണ് കൂടുതൽ നിൽക്കുന്നത്. എന്ത് ഉദ്ദേശമാണോ ചെയ്തത് അതിനേക്കാൾ വലിയ നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഒരു തർക്കവും അതിലില്ല, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇതിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഇന്ന് കാണുന്ന കാരണങ്ങളല്ല, അന്ന് അതിനേക്കാൾ അപ്പുറത്തെ അതിശക്തമായിട്ടുള്ള ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ല, അത് നമ്മളുടെ കാരണങ്ങളെക്കാൾ ഉപരി ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയുടെ പ്രശ്നങ്ങളുണ്ടല്ലോ. എങ്ങനെ ആണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സ്പേസ് അതിനകത്തുണ്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നം. അങ്ങനെയല്ല ചെയ്തത്. അതിൻ്റെ ശരിയായിട്ടുള്ള നടപടിക്രമങ്ങൾ പരിപാലിച്ച് ചെയ്യേണ്ടതാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി അങ്ങനെ ചെയ്തൊരു സംഭവമല്ല. അവിടെയാണ് അത് ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയായി മാറിത്തീരണം. മാത്രമല്ല, പ്രസിഡന്റിനെ കൊണ്ട് അത് ഒപ്പിവെപ്പിക്കുന്ന രീതി പോലും ശരിക്കും ക്യാബിനറ്റ് ചർച്ച ചെയ്തതിന് ശേഷമാണ് അതെല്ലാം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു ചർച്ചയും ഒരു സംഭവവും അതിനകത്ത് നിർവഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് കഴിയാതിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിൽ ഈ അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി വലിയ തരത്തിൽ ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും ശരിയായ പരിപാടികളല്ല. പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ ഇന്ദിരാഗാന്ധി അംഗീകരിക്കുക എന്താണെന്ന് വെച്ചാൽ 1975 അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിനുശേഷം വലിയ ദുരന്തങ്ങൾ ഇന്ത്യയിൽ എമ്പാടും ഉണ്ടായി. ഈ സമയത്തൊക്കെ പല ഘട്ടങ്ങളിലും നമ്മൾ പിന്നീട് പലയിടങ്ങളും വായിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് തന്നെ തോന്നിയിരുന്നു ഇത് ശരിയായിരുന്നില്ല എന്ന്. തീർച്ചയായും അങ്ങനെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1977 പിൻവലിക്കുന്നത്. അതൊരു വലിയ, നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ആ പിൻവലിക്കൽ എന്ന് പറയുന്നത് വലിയ പോസിറ്റീവായിട്ടുള്ള, ഇന്ദിരാഗാന്ധി ഇലക്ഷൻ തോറ്റായിരിക്കും, അത് വേറെ വിഷയം. പക്ഷേ അത് പിൻവലിക്കാൻ കാണിച്ച ആ ചങ്കുറപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിച്ചൊരു പ്രക്രിയയായിരുന്നു. പക്ഷേ ഈ പറയുന്ന അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ റെയിൽവേ സമരം, ജോർജ് ഫെർണാണ്ടസിനെ എന്താ ചെയ്തത്? അയാളെ ചങ്ങലക്കിട്ടാണ് കൊണ്ടുപോകുന്നത്. മനസ്സിലായേ? അതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ചങ്ങലക്കിട്ട് ഇയാളെ കൊണ്ടുപോവുകയും ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും അയാളുടെ ജീവൻ തന്നെ തകർത്ത ഒരു സംഭവവികാസമായിരുന്നു. അത് മാത്രമല്ല, ഈ ബറോഡ ബോംബ് എന്നാണ് ഡൈനാമിറ്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് എന്നുള്ളതിൻ്റെ പേരിൽ കർണാടകത്തിൽ സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു നാടക സിനിമ നടി അല്ലേ, അവരെ ഭീകരമായിട്ടുള്ള രീതിയിൽ ഇവര് ഉപദ്രവിച്ച് അവര് മരിച്ചു എന്നൊക്കെ, ഇവരൊക്കെ വളരെ സെലിബ്രിറ്റികളായതിൻ്റെ പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്തരം വാർത്തകൾ അറിയുന്നത്. ഇപ്പോൾ തുർക്കുമാൻ ഗേറ്റിൽ ഉണ്ടായ സംഭവങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിർബന്ധ വന്ധ്യകരണ ശസ്ത്രക്രിയ നടത്തി വഴി കൂടി പോകുന്ന ആളുകളൊക്കെ പിടിച്ച് വന്ധ്യീകരിക്കുന്ന രീതി, വിവാഹിതനാണോ, കുട്ടികളുണ്ടോ എന്നൊന്നും പരിശോധിക്കാതെ ചെയ്തു. അക്കാലത്ത് വന്ന ഒരു സിനിമയുണ്ട്, നമ്മുടെ കാഞ്ചനസീത, അരവിന്ദൻ്റെ. അതിൽ അഭിനയിക്കാനായിട്ട് 2 സഹോദരന്മാരെ ഈ അരവിന്ദനെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്ന എനിക്കറിയില്ല. രണ്ടുപേരും ഇതുപോലെ നിർബന്ധ വന്ധ്യീകരണ ശസ്ത്രക്രിയക്ക് വിധേയ ആളുകളായിരുന്നു. അന്നത്തെ കാര്യം ഇങ്ങനെ ഓർക്കുന്ന, ഞാനൊന്ന് പ്രീ ഡിഗ്രി പഠിത്തം കഴിഞ്ഞു, ഡിഗ്രി പഠിക്കാൻ യൂസ് കോളേജിൽ ചേർന്നൊരു കാലമാണ്. ഞങ്ങളതിൻ്റെ കെടുതികളൊക്കെ ചെറിയ തോതിൽ അനുഭവിച്ച ആളുകളാണ്. കാരണം നമ്മളതിനെ എതിർത്തിരുന്നതിൻ്റെ ഫലമായിട്ട് രാഷ്ട്രീയമായിട്ട് ശരിയാണ്, ഈ കേരളത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ കൂടുതലായിട്ട് ആക്രമിക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിന് വിധേയരായത് ശരിക്കും നക്സലൈറ്റുകളായിരുന്നു. ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ രാജൻ സംഭവം, അതുപോലെ ഈച്ചിരവാരി എന്നൊക്കെ പറഞ്ഞ കേരളത്തിൻ്റെ എക്കാലത്തെയും വലിയ സങ്കടമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ സമയത്ത് പോലീസുകാർ നരാധവന്മാരായി മാറിയ പുലിക്കോടന്മാരാണ് അല്ലേ,
ജയറാം പണിക്കൽ ഇത്തരത്തിലുള്ള തെമ്മാടികൾ, അവർ പോലീസുകാരാണെന്ന് പറയാൻ പറ്റില്ല, അവർ ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ട് ഉരുട്ടി കൊന്ന് എന്താണ് കത്തിച്ച് കക്കയം ക്യാമ്പിൽ ഒഴുക്കി, കഥയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. രാജൻ്റെ ശരീരം ഒരിക്കലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനാണ് ഈശ്വര വാര്യർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈശ്വര വാര്യരുടെ ഒരു വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നായിട്ടുള്ള അച്യുതമേനോൻ. അച്യുതമേനോൻ്റെ പിന്നിൽ ചെന്ന് എന്ത് ചെയ്യും, യാചിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എൻ്റെ മകൻ എവിടെ, എന്തെങ്കിലും വാർത്ത അതിനെക്കുറിച്ചുണ്ടോ? കരുണാകരൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്, ഒരു വാർത്ത ഇവർക്കാർക്കും കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. ഹേബിയസ് കോർപ്പസ് ഹർജി എന്നിട്ട് കോടതിയിൽ അദ്ദേഹം സമർപ്പിക്കുകയാണ് ചെയ്തത്. എന്തിനാ? മകൻ ജീവനോടെയോ അല്ലെങ്കിൽ മകൻ്റെ ശരീരമോ കോടതിയിൽ ഹാജരാക്കട്ടെ എന്ന് എഴുതിയുണ്ട്. രണ്ടും ഹാജരാക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെയാണ് പിന്നീട് കുറേ കാലം കഴിയുന്ന സമയത്ത് ഈ കക്കയം ക്യാമ്പിനകത്ത് നടന്ന അതിഭീകരമായിട്ടുള്ള മർദ്ദനത്തിൽ ഈ കുട്ടി മരിച്ചു പോവുകയും അതിനെ കത്തിച്ച് ചാമ്പലാക്കി കക്കയം ക്യാമ്പിൽ ഒഴിക്കുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടായി. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യത്തിലും അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്? അതാണ് ഇതിൻ്റെ ഗൗരവമായിട്ടുള്ള ഒരു താത്വിക പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നിമിത്തമാണ്. ഇന്ദിരാഗാന്ധി അല്ല, വേറെ ആര് വേണമെങ്കിലും ആവും, മോദിയാവും, ആര് വേണമെങ്കിലും ആവും. കാരണം എന്ന് വെച്ചാൽ ഭരണകൂടത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിലിരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള പൗരൻ്റെ ജീവൻ, അവൻ്റെ സ്വാതന്ത്ര്യം, അവൻ്റെ മൗലികാവകാശങ്ങൾ അതൊക്കെ തന്നെ സമ്പൂർണ്ണമായിട്ടും കർട്ടയിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് അടിയന്തരാവസ്ഥയുടെ അർത്ഥം അതാണ്. നിൻ്റെ സ്വാതന്ത്ര്യം സമ്പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യപ്പെടുന്നു, നിനക്കൊരിക്കൽ പോലും പൗരാവകാശങ്ങളില്ല എന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ഒരു പേരാണ്. ഇന്ദിരാഗാന്ധിയാണ് ചെയ്തതെന്നുള്ളത് ശരിയാണ്. ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ ആരുമാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനെ എതിർത്തേ പറ്റുമോ? അതാണ് പ്രശ്നം. എനിക്കതല്ലേ ഒരു പോയിന്റ്, അതിനെ എതിർത്തല്ല പറയാൻ ഞാൻ സാറ് പറഞ്ഞ അല്ല, അതല്ല, നമുക്കിവിടെ നമ്മളൊരു ഡിസ്കഷനാണ്. നമ്മളപ്പോ ആരും ഇതിനകത്ത് ജയിക്കാൻ വേണ്ടി എനിക്ക് അതിനോട് ഒരു 90% യോജിപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് സാറ് പറഞ്ഞത്. ഒന്നാമത്തെ, ഇന്ദിരാഗാന്ധി ഒരു ജനാധിപത്യ വിരുദ്ധയായിരുന്നു എന്നുള്ള കാഴ്ചപ്പാട് എനിക്കില്ല. അത് സാറ് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇന്ദിരാഗാന്ധി ജനാധിപത്യ വിരുദ്ധയായതിൻ്റെ ഭാഗമായിട്ടല്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതിന് ഞാൻ പറഞ്ഞ പോലെ കുറേ കാരണങ്ങളുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇന്ദിരാഗാന്ധി ജനാധിപത്യ വിരുദ്ധയായിരുന്നെങ്കിൽ 21 മാസങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവില്ലായിരുന്നു. അന്ന് ഇന്റലിജൻസ് ബ്യൂറോ, സഞ്ജയ് ഗാന്ധി, ഇന്ത്യൻ പാർലമെൻറ്റ്, ഈ രാജ്യത്തെ സകല സംവിധാനങ്ങളും ഇന്ദിരാഗാന്ധിയോട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കരുതെന്ന് റിപ്പോർട്ടുകൾ കൊടുക്കുകയും ഇലക്ഷനിലേക്ക് പോയാൽ തോക്കുമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഇന്ദിരാഗാന്ധി എന്തുകൊണ്ടായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനും തോൽക്കാനും തയ്യാറായത്? സ്വാഭാവികമായിട്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് പോലും ഇല്ലാത്ത ഒരു ഇച്ഛാശക്തിയും ധൈര്യവും ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ തെരഞ്ഞെടുപ്പിൽ പോയത്. അവർ തോൽക്കുന്നു, ആ തോൽവിയെ അംഗീകരിക്കുന്നു. അതിനുശേഷം 3 വർഷത്തിന് ശേഷം ഇതേ ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ ജയിപ്പിച്ചു വീണ്ടും പാർലമെന്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. അവർക്ക് ഈ അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ചു പോയിട്ടുള്ള ഈ നരഭേദങ്ങളുടെ വിഷയത്തിൽ അവർ ഒരുപാട് തവണ അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അടിയന്തരാവസ്ഥ എന്നുള്ള നിലപാടിനെയല്ല തെറ്റായിപ്പോയത്, അത് നടപ്പാക്കിയ രീതിയിൽ ഒരുപാട് അല്ല. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് അടിയന്തരാവസ്ഥ ആര് നടപ്പാക്കിയാലും ഇങ്ങനെയൊക്കെ നടപ്പാക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറയാൻ വന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ നമ്മുടെ ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് പറ്റും, നടപ്പാക്കുന്ന ഇന്ത്യയിലെ നിലവിലെ ഭരണ സംവിധാനമായിരിക്കും. പക്ഷെ ഓരോ പ്രദേശത്തും ഇത് നടപ്പാക്കുന്നത് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, ഭരണകർത്താക്കളായിക്കോട്ടെ, നടപ്പാക്കുന്നവരുടെ മനോഗുണത്തിനനുസരിച്ചാണ് ഇതിന്റെ കെടുതികളിരിക്കുന്നത്. കേരളത്തിൽ എന്തുകൊണ്ടാണ് അത്രയും രൂക്ഷമായിട്ട് പോകാത്തതെന്ന് ചോദിച്ചാൽ, കുറെ കൂടി പൗരബോധമുള്ള ആളുകളായിരുന്നു കേരളത്തിൽ ഭരിച്ചിരുന്നത്. ഇപ്പോൾ കായണ്ണ കേസോ അല്ലെങ്കിൽ രാജൻ കേസോ ഒന്നുമല്ല, അതൊക്കെ ഒരു എക്സെപ്ഷൻസ് ആണ്. പൊതുവേ കേരളത്തിൽ പൊതുസമൂഹത്തിന് അത്രത്തോളം വലിയ കെടുതി സഹിക്കേണ്ടി വന്നില്ല വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിന് കാരണം കുറെ കൂടി പൗരബോധമുള്ള ആളുകളായിരുന്നു ഇവിടെ അടിയന്തരാവസ്ഥ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നു, ഭരണകർത്താക്കളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഇപ്പോൾ ജിൻഡോയും പി എസ് മാഷും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളിൽ നമുക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ഇന്ദിരാഗാന്ധിയുടെ കേസിൽ ഇത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര ഭീകരമാകും അവസ്ഥ എന്ന് അവർ വിചാരിച്ചിട്ടില്ല എന്നാണ്. ജിൻഡോയുടെ എനിക്കുള്ള വിയോജിപ്പ് അവിടെയാണ്. ഒന്ന്, ഭീകരമാകും അവസ്ഥ എന്ന് വിചാരിച്ചിട്ടില്ല. ഒന്ന്, രണ്ടാമത് ജിൻഡോ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഇപ്പം ജിൻഡോ അത് കടത്തി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പകരം അന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റും ഇന്ദിരാഗാന്ധിയും ഒക്കെ പറഞ്ഞിരുന്നത് ഇതിൻ്റെ പുറകിൽ CIA ആണ്, റിച്ചാർഡ് നിക്സനെ പോലുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ ഇതിൻ്റെ പുറകിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ജയപ്രകാശ് നാരായണൻ്റെ കേസുകളിൽ പോലും
അല്ല, ആ ആക്ഷേപം എനിക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യൻ പാർലമെന്റിൽ അന്ന് പ്രതിപക്ഷ MP-മാർ പലരും ഞാൻ CIA ഏജന്റ് ആണെന്ന് പറഞ്ഞ് ബാഡ്ജ് കുത്തി വന്ന MP-മാരാണ്. ആയിക്കോട്ടെ, പക്ഷെ അവിടെ പോലും എനിക്കുള്ള ഒരു വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ജിൻഡോ സൂചിപ്പിച്ച ഒരു സമരമാണ്, അത് റെയിൽവേ സമരം. ഈ റെയിൽവേ സമരം ജോർജ് ഫെർണാണ്ടസ് ചെയ്യുന്നത് ലോകത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ സമരങ്ങളിലൊന്നാണ്. കാരണം 17 ലക്ഷം പേരാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ സമരങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി. തീർച്ചയായിട്ടും. അപ്പം അതിൻ്റെ പുറകിൽ ആരും ഫണ്ട് ചെയ്തു ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ഇഷ്യൂ. പക്ഷേ ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള സമരങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത പല ആളുകളെയും എടുത്തു വെച്ചാൽ അവർ പലപ്പോഴും സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വീടുകളിൽ വിശ്രമ ജീവിതത്തിലേക്ക് പോയ ആളുകളാണ്, ജയപ്രകാശ് നാരായണനെ പോലുള്ള ആളുകൾ. അല്ല, അതിന് ഒരു കാരണം എന്താ അറിയോ? അല്ല, ഈ സമരം നയിക്കുന്ന ആളുകൾക്ക് കൊള്ളാവുന്ന ഫേസ് വേണം. അല്ല, അത് തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ അഴിമതിക്കെതിരെ. പിന്നെ ഇതിൽ കോൺഗ്രസും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയും ഒക്കെ കാണാതെ പോയൊരു കാര്യം കൂടി ഞാൻ വിചാരിക്കുന്നത്, നെഹ്റുവിൻ്റെയൊക്കെ കാലഘട്ടം മുതൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ്റുകളും നേരിടാത്ത രീതിയിലുള്ള ഒരു കറപ്ഷൻ ചാർജസ് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുകളിലേക്കൊക്കെ എന്ത് ചെയ്തിരുന്നു, വലിയ ആരോപണങ്ങളായി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്യുന്നത് കൂടി ഇത് ഈ പറയുന്ന സമരങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇതിന് ശേഷമുണ്ടായിട്ടുള്ള കാര്യങ്ങൾ അതിപ്പോൾ മാഷ് വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് ആർക്കും തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ തന്നെ എന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, 60 ലക്ഷം പേരാണ് ഈ പറയുന്ന വന്ധ്യീകരണത്തിന് വിധേയരായിട്ടുള്ളത്. 1 ലക്ഷം പേരാണ് മിസ്സാ തടവുകാരായി മാത്രം പിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു വേട്ടയാടലിന് ഒരു അമിതാധികാരം ഉദ്യോഗസ്ഥന്മാരെ കൊടുത്തു എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ പോലെയുള്ള സംഭവങ്ങൾ ഏത് സർക്കാരും ഉണ്ടെന്നാലും ഇപ്പം നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുമ്പോൾ പ്രഖ്യാപിതമല്ലാത്തതായിട്ടുള്ള അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് പല മേഖലകളിലും നടക്കുന്നുണ്ട്. മോദി ഗവൺമെൻറ് അതിൽ വളരെ വിദഗ്ധമായിട്ടുള്ള രീതിയിലാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് ഓരോ ഘട്ടത്തിലുണ്ടാകുന്ന രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ട് ആ രാഷ്ട്രീയത്തെ തങ്ങൾക്ക് എങ്ങനെയാണ് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക എന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിക്കാതെ അടിയന്തരാവസ്ഥ നടപ്പാക്കാം എന്നത് തീരുമാനിക്കുകയും അങ്ങനെ അപ്രഖ്യാപിതമായിട്ടുള്ള രീതിയിൽ പലതരം അടിയന്തരാവസ്ഥകളും നിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ്, ഇപ്പോൾ ഇന്നാണ് ഈ ഉപരാഷ്ട്രപതി കേരളത്തിൽ വന്ന് പോകുന്നത്. ആ ഉപരാഷ്ട്രപതി ധൻഖർ എന്താണ് പറഞ്ഞത്? ഒരു പ്രത്യേക ഘട്ടത്തിൽ പറഞ്ഞു, അതായത് സുപ്രീം കോടതി നമ്മുടെ രാജ്യത്ത് ഈ ഓരോരോ നിയമസഭകളും നിയമസഭ പാസ്സാക്കി വെക്കുന്നതായിട്ടുള്ള ബില്ല് ഈ ഗവർണർമാരെന്ന് പറഞ്ഞ് കേന്ദ്രം ഇങ്ങോട്ട് വിടുന്നതായിട്ടുള്ള ഏജന്റ്, കേരളത്തിൽ മാത്രമല്ല പ്രശ്നം ഉണ്ടായത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കേന്ദ്രം പറഞ്ഞയച്ചാൽ ഗവർണർ പറഞ്ഞ കാര്യം എന്നാണ്, നിയമസഭ പാസ്സാക്കിയ ബില്ല് ഞാൻ ഈ അലമാരക്കകത്ത് വെച്ച് പൂട്ടും, അത് അതിൻ്റെ അകത്തിരിക്കുന്നവർത്തോളം കാലം അത് ചത്തുപോകുന്നാണ് അയാൾ പറഞ്ഞത്. നിയമസഭ പാസ്സാക്കുന്ന നിയമസഭ എന്തിനാണ്? പാർലമെൻറ്റ് എന്തിനാണ്? ജനങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കാനും ആ പാസ്സാക്കുന്ന നിയമങ്ങൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിച്ച് അതിൽ ഒപ്പുവെക്കുക എന്ന് പറയുന്ന ചുമതലയാണ് ഗവർണർക്കും അതുപോലെ രാഷ്ട്രപതിക്കുമുള്ളത്. ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുപ്രീം കോടതി ചോദിച്ചു, എന്താ ചോദിച്ചത്? നിയമസഭ പാസ്സാക്കുന്നതായിട്ടുള്ള ബില്ല് ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം ചോദിച്ചു. അപ്പോഴാണ് അത് ഗവർണർമാരുടെയും രാഷ്ട്രപതിയുടെയും ഒക്കെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എന്ന് ഇപ്പോൾ ഭരിക്കുന്നതായിട്ടുള്ള സർക്കാരിൻ്റെ സെൽബന്ധികളും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് സുപ്രീം കോടതി ഒരു ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സുപ്രീം കോടതി ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് അപ്രഖ്യാപിതമായിട്ട് അടിയന്തരാവസ്ഥയുടെ സ്വഭാവം കാണിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഈ വഖഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം ഉയർന്നു വന്ന സമയത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വർത്തമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ BJPയുടെ MP-മാർ എന്താണ് പറഞ്ഞത്? BJP MP പറഞ്ഞ് സുപ്രീം കോടതിയുടെ ജഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതയുദ്ധത്തിന് പ്രേരകമായിട്ടുള്ള നടപടികൾ എടുക്കുന്നവരാണ്. ഇവരിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പാർലമെൻറ്റ് അടച്ചുപൂട്ടാനാണ് പറഞ്ഞത്. മാത്രമല്ല, സുപ്രീം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ പാർലമെൻറ്റാണോ എന്നൊക്കെ പറഞ്ഞ ചോദ്യം നമ്മളുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണറായിട്ടുള്ള ആർലേക്കർ വരെയും ചോദിച്ച കാര്യമാണ്. ഇത്തരത്തിൽ ഭരണഘടനാ സംവിധാനങ്ങൾ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിച്ചുകൊണ്ട് ഭരണം നടക്കുമ്പോൾ നമ്മൾ പറയും അത് അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥയാണ്. പ്രഖ്യാപിത അടിയന്തരാവസ്ഥയും
അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥയും മനുഷ്യന്റെ മൗലികാവകാശങ്ങൾക്കെതിരായിട്ടുള്ള പ്രക്രിയയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. ആര് ചെയ്യുന്നു അല്ല, ഇതില് എന്നുള്ള പ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ്. അത് നമുക്കറിയാം. ഇപ്പൊ അടിയന്തരാവസ്ഥയാണെന്ന് നമുക്കറിയാമല്ലോ. അടിയന്തരാവസ്ഥയിൽ സംഭവിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യമില്ല, പൗര സ്വാതന്ത്ര്യമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, സഞ്ചാര സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയില്ലല്ലോ നമുക്ക് എന്തിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ പറ്റുകയെന്ന്, എന്തിനെക്കുറിച്ചൊക്കെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാമെന്ന്, അല്ലെങ്കിൽ എവിടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുകയെന്ന്. അത് രാഷ്ട്രീയം വളരെ കൗശലപൂർവ്വം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും നുഴഞ്ഞു കയറി അവനെ ശരിപ്പെടുത്തുന്ന പ്രക്രിയയാണ്. അതായത് ഞാൻ പറയുന്നത് കുറെ കൂടി പ്രഖ്യാപിത അടിയന്തരാവസ്ഥയേക്കാൾ അപകടകരമാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. ഇപ്പോൾ JNUവിലെ നജീബിനെ കാണാതായിട്ട് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെ ഇന്ത്യയിലെമ്പാടും ആയിരക്കണക്കിന് മനുഷ്യരെ കാണാതാകുന്നുണ്ട്. ഒരുപാട് ആളുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്. അടിയന്തരാവസ്ഥ എന്നുള്ള പേരില്ല, എന്നാൽ ഈ പണിയെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നിട്ടുള്ള അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പൗരാവകാശ ലംഘനവും മാധ്യമ സ്വാതന്ത്ര്യ ലംഘനവും അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യ ലംഘനവും ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അടിയന്തരാവസ്ഥ എന്ന പേരില്ല. ഈ നടപ്പാക്കുന്ന മോദി സർക്കാരും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന RSSകാരും അടിയന്തരാവസ്ഥയെ കുറ്റം പറയുന്നുണ്ട്. 50-ാം വാർഷികം എന്ന് പറയും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ രാഷ്ട്രീയ സാഹചര്യം വേറെയാണെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ച ദുരന്തങ്ങൾ എല്ലാവർക്കും അറിയാം. എതിർക്കുന്നവര് നമ്മളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് മോദിയോ ഇന്ദിരാഗാന്ധിയോ അല്ലെങ്കിൽ RSSോ കോൺഗ്രസ്സോ അല്ലെങ്കിൽ CPMോ എന്നുള്ളതല്ല. ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ജനാധിപത്യ സംവിധാനത്തിനകത്ത് പൗരസ്വാതന്ത്ര്യം നിലനിൽക്കേണ്ടതും അവന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നതായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ് അവന്റെ അന്വേഷണം. പ്രശ്നം എന്താണെന്ന് അറിയാം സാറേ, ചില സാഹചര്യത്തില് എല്ലാവർക്കും ഇപ്പോഴും പൗരാവകാശം ഉണ്ടാവണമെന്നില്ല. ചില സാഹചര്യത്തിൽ ഇപ്പൊ രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കേണ്ട സമയത്ത് പൗരാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അനന്തമായി പൗരാവകാശം പറയുമ്പോൾ നമുക്ക് അപകടം സംഭവിക്കും. ഇപ്പൊ ഖാലിസ്ഥാൻ വാദത്തിന്റെ സമയത്ത് സിഖുകാർക്ക് മുഴുവൻ ഖാലിസ്ഥാൻവാദികൾക്ക് അനന്തമായി പൗരാവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് ചോദിച്ചാൽ അവർക്കുണ്ട്. പക്ഷെ അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അഖണ്ഡതയാണ് സംരക്ഷിക്കുക. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി പതുക്കെ മാറും. അങ്ങനത്തെ ഒരു ഇന്റേണൽ എമർജൻസി സിറ്റുവേഷൻ ഇല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ അഭിപ്രായ സ്വാതന്ത്ര്യം. ജിൻഡോ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം വളരെ വാലിഡ് ആണ്. പക്ഷെ അത് ഞാൻ മിണ്ടാതിരുന്നത് തന്നെ ആ ചർച്ച വീണ്ടും നീണ്ടു പോകുന്നുള്ളതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ലോകരാജ്യങ്ങൾ മൊത്തം എടുത്തു നോക്കിയാൽ പഴയ പോലെ ഒരു ഇപ്പം കിങ് ജോങ്ങിനൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും ചെയ്യുന്നത് ഒരിക്കലും അവരെ കൃത്യമായി അടിച്ചമർത്തുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ വന്ന് അടിച്ചമർത്തുന്നില്ല. ഇപ്പം ഇന്ദിരാഗാന്ധി പുതിയ രീതികളാണ്. മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് യഥാർത്ഥത്തിൽ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിലെ ചില പത്രങ്ങളൊക്കെ വെട്ടുക്കിളികൾ കൃഷി നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ലേഖനം മറ്റേ എഡിറ്റോറിയൽ എഴുതി. അപ്പൊ അത്തരത്തിലുള്ള പത്രങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് LK Advaani ഒരിക്കൽ പറഞ്ഞു ഇന്ന് മാധ്യമങ്ങൾ മുഴുവനും ഈ സർക്കാർ അല്ല അതേ പറഞ്ഞ. അപ്പൊ അതിന്റെ ആവശ്യം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും പകരം അങ്ങനെ അല്ലാതെ തന്നെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുമൊക്കെയുള്ള രീതികളിലേക്ക് എൻ്റെ ലോകം യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞെക്കിക്കൊല്ലേണ്ടതില്ല. അല്ല ഇപ്പൊ നമ്മൾ ഇതിപ്പോ ഒന്നും ചെയ്യണ്ട, അവര് സ്വയം മരിക്കാൻ തയ്യാറാണല്ലോ. ഇന്ന് ആർക്കും മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കേണ്ട, പൗരാവകാശത്തെ കുറിച്ച് ഇതെല്ലാം അനുഭവിക്കുമ്പോഴും ഇന്നും നമ്മൾ 50 വർഷം മുമ്പ് നടന്ന സംഭവത്തിന്റെ ആ അന്നത്തെ ചരിത്രം ചകഞ്ഞ് അതിനെ വിമർശിക്കുക. ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും വിമർശിക്കപ്പെടണം. ഇന്ദിരാഗാന്ധി എന്നല്ല ഏത് നേതാവും അല്ല. ശരിക്കും എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുമ്പോൾ നമുക്കൊരിക്കൽ പോലും ഒരു പാർഷ്യൽ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ നിന്നിട്ട് സമീപിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിയായിട്ട് കാഴ്ചപ്പാടുണ്ടാവില്ല. നമുക്ക് തുറന്ന ഒരു ഓപ്പൺ ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ ചോദ്യം ചെയ്യാനായിട്ട്. പക്ഷേ ഇന്നലെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് പല നിയമങ്ങളും പാസ്സാക്കി ഒരു പ്രധാനപ്പെട്ട നിയമം നമ്മൾ വിട്ടുപോകാൻ പാടില്ല. 42ാം അമെന്റ്മെന്റ് പ്രകാരം ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന് പറഞ്ഞ വേർഡ് എഴുതി ചേർത്ത് ഇന്ദിരാഗാന്ധിയാണ്. അത് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വഖഫ് അമെന്റ്മെന്റിന്റെ കാലത്തോ ഈ സമയത്ത് എന്തായിരിക്കും അവസ്ഥ? അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതൊക്കെ എടുത്ത് കളയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിലായി? അടിയന്തരാവസ്ഥ മോശമായി എതിർത്ത അധികാരത്തിലൊന്നും മൊറാർജി സർക്കാർ പോലും അത് കളഞ്ഞിട്ടില്ല. അതല്ല, അതിപ്പോ സുപ്രീം കോടതി തന്നെ ഒരു വേർഡിക്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. കാരണം ഇത് നമ്മള് സ്വാംശീകരിച്ചതാണ് നമ്മുടെ സമൂഹം. നമ്മുടെ സംസ്കാരത്തിന്റെയും നമ്മുടെ രാഷ്ട്രീയത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്വാംശീകരിച്ചെടുത്ത ഒരു കൺസെപ്റ്റാണ് ഈ സെക്യുലറിസം, സോഷ്യലിസം. അല്ലാണ്ട് അതിന്റെ ആ പ്രിടെക്സ്റ്റിൽ വെറും ഒരർത്ഥത്തിൽ മാത്രമല്ല നമ്മുടെ എൻ്റെ സൊസൈറ്റിയുടെ ഒരു
എൻ്റെ അഭിപ്രായത്തിൽ സ്വഭാവമാണെന്നുള്ള ജില്ലോ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഉള്ളൊരു കുഴപ്പം സത്യത്തിൽ നമ്മളിപ്പോൾ ഒരു പോപ്പിനെയും ക്രിസ്ത്യാനിറ്റിയെയും കണ്ടുപഠിക്കുന്നതാണെന്ന് പറയും. കാരണം ഇപ്പോൾ റെഡ് ഇന്ത്യൻസ് ആയിട്ടുള്ള കുട്ടികളെ കാനഡയിൽ 250 പേരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പിന്നീട് അതിന് ക്ഷമ പറയാറുണ്ട്. സത്യത്തിൽ ഈ പ്രശ്നം രാഹുൽ ഗാന്ധി അടക്കമുള്ള പല നേതാക്കളോടും ചോദിക്കുമ്പോൾ അദ്ദേഹം ഭാഗ്യേന്ദ്രേണ ഇത് ഇൻഡയറക്ട്ലി ചില മിസ്റ്റേക്കുകൾ പറ്റിപ്പോയി എന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വി ജസ്റ്റ് മൂഡ് ഓൺ, ഞങ്ങൾ അവിടെ നിന്ന് കാലം ഇന്ദിരാഗാന്ധി പോലും അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയൊക്കെ ചെയ്തൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായി. നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യം, ഈ മുൻകാല പ്രാബല്യത്തോടുകൂടി പ്രസിഡന്റിന്റെയോ പ്രധാനമന്ത്രിയോ ഒക്കെ തെരഞ്ഞെടുപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിയമമൊക്കെ പാസ്സാക്കി. അപ്പോൾ ഇതിന് ഏറ്റവും സുഗമമായ കാര്യം ഇതിപ്പോൾ പുതിയ രൂപത്തിൽ അത്തരത്തിലുള്ള പല ഈ പറയുന്ന പോലെ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥകളിലൂടെ ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ശക്തിയുക്തം എതിർക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഇത്രയും മിസ്റ്റേക്കുകൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയണം. അതിൽ ജിൻഡോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പം ഇനി പേടിപ്പിച്ച് ആളുകളെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ, കഴിഞ്ഞ 500 ദിവസങ്ങളിൽ ഏതാണ്ട് 363 ദിവസങ്ങളിലും ഇവിടുത്തെ നാഷണൽ മീഡിയകളെല്ലാം തന്നെ ഭൂരിഭാഗവും 78% ചർച്ച ചെയ്തതിനെ കുറിച്ചാണെന്നറിയോ, പ്രതിപക്ഷത്തിന്റെ കെടുകാര്യസ്ഥതയെ കുറിച്ചാണ്. തീർച്ചയായിട്ടും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലോകം യഥാർത്ഥത്തിൽ ഇതിന്റെ ഇപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു രൂപം തന്നെയാണ് കേരളത്തിലേക്ക് വരുന്നത്. കാരണം കേരളത്തിലും യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് ഏതാണ്ട് ചാനലുകളൊക്കെ എടുത്തു നോക്കിയാൽ CPFന്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ കുറ്റപ്പെടുത്തുന്ന ജിഹുകളായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.